ശരിക്കും ഇങ്ങോട്ട് കാണിച്ചേ ബാക്ക്. നോക്കിയോടി മൊത്തം കളറായി. ഡൈ ചെയ്താലോ? നീ ചെയ്ത് നോക്ക്. ഓക്കെ ആണെങ്കിൽ വിശാല. താങ്ക് യു. പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് കണ്ടാൽ തോന്നേയില്ല അല്ലേ? അത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് നേരത്തെ തന്നെ വർക്കിലേക്ക് കിടക്കാം. ഈ ഒരു ജാക്കറ്റ് ഒരുപാട് നാൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായതാണ്. ഒത്തിരി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എപ്പോഴോ മനോഹരന് ഇവിടെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത സമയത്ത് പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാൾ മുന്നേ നമുക്ക് തണുപ്പൊക്കെ വരുമ്പോഴാണല്ലോ ഇതിൻ്റെ ആവശ്യം. അപ്പോൾ ആ ഒരു തണുപ്പ് സീസൺ കഴിഞ്ഞപ്പോൾ ഒരു ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുത്ത് അവർ ഉണക്കി മടക്കി പാക്കറ്റാക്കി കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ തണുപ്പൊക്കെ കഴിഞ്ഞതായി ഇപ്പോഴല്ലേ നമുക്ക് തണുപ്പ് വരുമ്പോൾ ജാക്കറ്റിൻ്റെ ഒക്കെ ആവശ്യം. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഫുൾ ഇതുപോലെ കുറേ ലൈൻസ് പോലെ കറയൊക്കെ വന്നിട്ട് ഒരു കളർ തന്നെ മാറി, ഒരു പിങ്ക് ഷെയ്ഡും കൂടി വന്ന പോലെ ഗ്രേൻ്റെ കൂടെ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാലും കുറേ നാൾ യൂസ് ചെയ്തതല്ലേ, പണി പാളുവാണെങ്കിൽ പാളട്ടെ, ഇല്ലെങ്കിൽ നല്ലതല്ലേ, നല്ലൊരു കളർ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു കളറിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ആണ് എടുത്തിട്ടുണ്ടായത്. ഈ ഒരു കളർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് കൊണ്ടുവന്നത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോഴാണ് എനിക്ക് യൂസ് ആയിട്ട് വന്നത് കേട്ടോ. പക്ഷേ ഇതിലൊരു ചെറിയൊരു പോരായ്മയുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലുള്ള ജാക്കറ്റ് ടൈപ്പ് അതുപോലെ തന്നെ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കളറിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ടത് വിനാഗിരിയും, കോട്ടൺ ടൈപ്പ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് ആ ഒരു കട്ട നമ്മൾ ഈ ഒരു പൗഡറിനൊരു പ്രശ്നമുണ്ട്, കട്ടയുണ്ടാവും. അത് കട്ട പൊടിയാണ്ടാണ് നമ്മൾ ക്ലോത്ത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കളർ പല സ്ഥലത്ത് ഡാർക്കും പല സ്ഥലത്ത് ലൈറ്റും കളർ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നല്ല നീറ്റായിട്ട് കുറേ ടൈം എടുത്തിട്ട് നമ്മൾ ആ ഒരു കട്ട ഇളക്കി കംപ്ലീറ്റ് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ക്ലോത്ത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡാർക്ക് ലൈറ്റ് കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ഈ ഒരു ക്ലോത്ത് നനച്ചെടുക്കണം കേട്ടോ. ആ ഒരു നനഞ്ഞ ക്ലോത്താണ് കളറ് വെള്ളത്തിലേക്ക് മുക്കി വെക്കേണ്ടത്. കംപ്ലീറ്റ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വെള്ളം, ആ ഒരു കളർ വെള്ളം അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് കംപ്ലീറ്റ് മുക്കി കൊടുക്കാം. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ വടിയൊക്കെ എടുത്ത് കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും കളറ് പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് എത്ര കൂടുതൽ കളർ കിട്ടണോ അത്ര കൂടുതൽ നമ്മൾ ഇതിൽ മുക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ ഞാനെടുത്ത കളറ് അത്രയും എനിക്കറിയില്ല കളറിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. പക്ഷേ ഷെയ്ഡ് നമുക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എന്താണ് ഞാൻ ചെയ്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ ഒന്ന് മുക്കി ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ, ഒബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ ഒന്ന് മുക്കി വെച്ച് കൊടുത്തു കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു വടി വെച്ചിട്ട് കുത്തി കൊടുത്തു. കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളർ ആവുന്നുണ്ട് കേട്ടോ. ഞാനത് പിഴിയുന്ന സമയത്ത് വേറെ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പണി എൻ്റെ കയ്യിൽ 2 ദിവസമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തും കളർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു. ഈ ഒരു ഡാർക്ക് കളർ തന്നെ കിട്ടുമൊന്നുമില്ല കേട്ടോ. കാരണം ഇതൊക്കെ കുറേ നമ്മൾ കഴുകുമ്പോൾ ഇളകി പോവും. അപ്പോൾ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കളർ ഫിക്സർ എന്ന് പറഞ്ഞിട്ടൊരു സൊല്യൂഷൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ ഡൈ ചെയ്യുന്ന കളറ് ക്ലോത്തിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കളർ ഫിക്സർ എന്ന് പറഞ്ഞിട്ട്, ഡൈ ഫിക്സർ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കളർ ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ ഉണങ്ങി വന്നപ്പോൾ കഴുകിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ലൈറ്റായി പോയി. എന്നാലും കുഴപ്പമില്ല, മറ്റേ കളറിന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കളർ ഫിക്സർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു നൈറ്റ് കംപ്ലീറ്റ് ഇതൊരു പുറത്ത് കൊണ്ടുവച്ചിട്ട് കാറ്റത്തിട്ട് ഉണക്കിയെടുത്തു കേട്ടോ. ഉണങ്ങുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ക്ലോത്തിൽ കളർ പിടിക്കുമല്ലോ. അതിന് ശേഷം പിറ്റേത്തെ ദിവസം എടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒരു നല്ല വെള്ളം ആവുന്നവരെ നമ്മളൊരു 4, 5, 6 പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും. കളറൊക്കെ ഇങ്ങനെ പോയിരുന്നത് കാണുമ്പോൾ വിഷമം വരും. പക്ഷേ കുഴപ്പമില്ല, ലാസ്റ്റ് എന്തായാലും കളർ മാറിയിട്ട് കിട്ടും. നമ്മൾ ഇട്ട കളറായിരിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ കഴുകുന്നതിന് മുന്നേ ഉണങ്ങാനിട്ട ആ ഒരു സ്പേസ് ഉണ്ടോ കളറായിട്ട്. അപ്പോൾ നമുക്ക് മനോഹരന് കൊടുക്കാം. ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഉണ്ടായ ആ ഒരു കളർ അവിടെ ഇട്ട് പിങ്കും ഗ്രേ കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായതൊക്കെ ഇതായിട്ടെന്താ വലിയ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടാ. നല്ല കളറല്ലേ? അത് കിട്ടിയ കുറച്ച് മറ്റേനേക്കാൾ രസമായില്ലേ കളർ? ഇട്ടിട്ട് പോകാതിരിക്കാൻ മോശമൊന്നുമില്ലല്ലോ.
എന്തായാലും ഈ ഒരു ജാക്കറ്റ് ഇടൂല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടതിൽ നിന്ന് ഇനി ഇടാന്നൊക്കെ ഉള്ള രീതിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ കളർ ഡൈയിങ് വലിയ കുഴപ്പമില്ല പരിപാടിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇനി കളർ പോയതും അതുപോലെ തന്നെ മങ്ങിയതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് ഇതുപോലത്തെ കളർ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ കാണാം. സി യു, ടേക്ക് കെയർ, ടാറ്റാ.